എന്നോട് വെക്കുന്നുണ്ട്. എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു, ജിൻഡോയ്ക്ക് യോഗ്യതയില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷത്തോടെ സിജോ. ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ചാനലിൽ അതൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട്. വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായ രീതിയിലുള്ള കമ്പനിയിലും ടൈറ്റിലും കൊടുക്കുന്നുണ്ട് വാർത്തയെ കണ്ടു. ഞാൻ എവിടെയാണ് എന്റെ പൊന്നു ബ്രോ, എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു എവിടെയാണ് ഞാൻ പറഞ്ഞേ? ജിൻഡോയ്ക്ക് യോഗ്യതയില്ല. ആ പാവപ്പെട്ട ജിൻഡോ ബ്രോ, ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതെന്നാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത്. ആ പുള്ളിക്ക് ജിൻഡോ ബ്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല എന്ന് ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജിൻഡോ ബ്രോയ്ക്കാണെങ്കിൽ തന്നെ കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു? എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. പറയാത്ത കാര്യങ്ങൾ കമ്പനിയിലെ ടൈറ്റിൽ വാക്കി ഇത് വാർത്ത കൊടുക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോ ബ്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല. എനിക്കൊരു ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് 25 പേര് ഞാനടക്കം പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുക എന്നുള്ളതാണ്. എന്റെ ആഗ്രഹവും കപ്പടിക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് രണ്ടാമത്തെ, അതായത് 16 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ആഴ്ച എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി. എനിക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത്. അപ്പോൾ ഫിനാലിക്ക് തൊട്ട് മുന്നേയുള്ള ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും. ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവേശം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അതിപ്പോ ജിൻഡോ ബ്രോ കപ്പടിച്ചതിനകത്ത് ആവേശം ഇല്ലെന്നുള്ളത്, എനിക്ക് ആവേശം ഇല്ല. അതായത് ഞാൻ ഇല്ലാത്തതാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി പറയാ. അതിപ്പോ 5 പേരാണോ ഉണ്ടായിരുന്നത്, ആ 5 പേരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് ഒരുപാട് അമിത ആവേശമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ്. പിന്നെ PR-ന്റെ കാര്യം ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും PR-നെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും ഞാൻ പറയുന്നു. അത് ടോപ്പ് 5 5 പേര് PR കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്. 25 പേര് ടോട്ടൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് PR കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക, കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക, ഇതേപോലുള്ള PR-കൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അത് ഞാൻ ഹൗസിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വീണ്ടും പറയുകയാണ്, പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള PR വർക്കിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. അങ്ങനെ PR കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അതൊക്കെ സ്വാഭാവികമാണ്. കമന്റ് സെക്ഷനിനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുളിക്കുകയൊക്കെ ചെയ്യും. അത് അങ്ങനെ താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് PR ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ മേ ബി അതൊരു PR ആയിട്ടാണ് കൂട്ടാം. പക്ഷെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന PR-നോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അതിനോട് ഇപ്പോഴും ഞാൻ അതിൽ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെയും കുറെ ആൾക്കാർ ജിൻഡോ ബ്രോയുടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോ ബ്രോ കപ്പടിച്ചപ്പോഴത്തേക്കും സിജോ ബ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും. കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലെ രീതി എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളാണ്. നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി തമ്പനിയിലും ടൈറ്റിലൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ പറയാത്ത വാചകങ്ങൾ, നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും. ഇപ്പൊ 25 പേരാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഹൗസിൽ ഉണ്ടായിരുന്നത്. അപ്പോ 25 പേരിൽ ആരെപ്പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു, അതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത്. അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിനകത്തൊന്നും ഇപ്പോഴും ഞാൻ തിരുത്തുന്നില്ല. എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ്, തീർച്ചയായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാഞ്ഞുകൊണ്ടാണ് ഇല്ലാഞ്ഞെന്ന് പറഞ്ഞത്. ജിൻഡോ ബ്രോ കപ്പടിച്ചതിനോട് എനിക്ക് അതിനിപ്പം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് കപ്പടിച്ചെന്നുള്ള അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ജിൻഡോ ബ്രോയുടെ മൂവീസിൽ ഞാൻ പുള്ളിനെ കണ്ടതാണ്. ഞാൻ ഇപ്പോഴും പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പോ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കരുത്. അതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ഒരു പരാതിയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഹേർട്ട് ചെയ്യും. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ.